Good morning students, welcome to the part 5 of income tax. ഇന്ന് നമ്മൾ ഇൻകം ടാക്സിലെ മറ്റൊരു ഹെഡായിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ക്ലാസ്സുകളിൽ നമ്മൾ ഇൻകം ഫ്രം സാലറിയും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ള ഒരു ഇൻകമാണ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്. എന്താണ് ക്യാപിറ്റൽ ഗെയിൻസ്? നമ്മൾ ഡ്യൂറിങ് എ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിൽഡിങ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള ക്യാപിറ്റൽ അസറ്റിന് ട്രാൻസ്ഫർ ചെയ്ത കാരണത്താൽ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്തരം പ്രോഫിറ്റിൻ്റെ പുറത്ത് ഇൻകം ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അത്തരത്തിലുള്ള ആ ഒരു കാറ്റഗറി ക്യാപിറ്റൽ അസറ്റിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന അടയ്ക്കുന്ന ടാക്സുകളെയാണ് അല്ലെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷനൊക്കെയാണ് എന്തിൽ വരുന്നത്? ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിൽ വരുന്നത്. നോക്കാം എന്താണ് ക്യാപിറ്റൽ ഗെയിൻ, എന്താണ്, എന്തൊക്കെ ടൈപ്പ് ക്യാപിറ്റൽ ഗെയിൻസ് ആണുള്ളത്, എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Capital gain arises when a capital asset is transferred during a previous year, resulting in profit or gain to the assessee. പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫർ കൊണ്ട് ഒരു ഗെയിൻ അസസിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് അസസി ഈസ് റെസ്പോൺസിബിൾ ടു പേ ഫിക്സഡ് റേറ്റ് ഓഫ് 20% ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. 20% ഓഫ് ദാറ്റ് പ്രോഫിറ്റ് ആസ് ഇൻകം ടാക്സ് ആയിട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ്. നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് എസെൻഷ്യാലിറ്റീസ് ഉണ്ട്. ദർ മസ്റ്റ് ബി എ ട്രാൻസ്ഫർ ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിൻ്റെ ട്രാൻസ്ഫർ അവിടെ നടന്നിട്ടുണ്ടാവണം. ദ അസറ്റ് ഷുഡ് ബി എ ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. എന്താണ് ക്യാപിറ്റൽ അസറ്റിൻ്റെ നേച്ചറിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ലേറ്റർ ഓൺ പറയും. ദ ട്രാൻസ്ഫർ മസ്റ്റ് ഒക്വയർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ട്രാൻസ്ഫർ ആയിരിക്കണം. അല്ലാതെ അതിൻ്റെ മുന്നേ നടന്നിട്ടുള്ളതൊന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യില്ല. ആ ഒരു ഇയറിൽ പ്രീവിയസ് ഇയറിലെ ട്രാൻസാക്ഷൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇനി നോക്കാം എന്തൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് നോക്കാം. കാരണം ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ ട്രാൻസ്ഫർ നടക്കുമ്പോഴാണല്ലേ നമുക്ക് ഗെയിൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇൻകം ടാക്സിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത്. ഇനി എന്തൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് നോക്കാം. പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് എന്ന് പറയുമ്പോൾ വിച്ച് ഇൻക്ലൂഡ്സ് മൂവബിൾ, ഇമ്മൂവബിൾ, ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിൾ ആയിട്ടുള്ളതോ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളതോ മൂവബിൾ ആയിട്ടുള്ളതോ ഇമ്മൂവബിൾ ആയിട്ടുള്ള എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സേ ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ക്യാപിറ്റൽ അസറ്റ് ആണല്ലേ. ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിംസ്, ട്രേഡ് ക്യാരേജ് പെർമിറ്റ്സ്, ട്രീ ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ്. ഇത്തരത്തിൽ മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ ആയിട്ടുള്ള ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീനെ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ അസറ്റായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എക്സ്ക്ലൂഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ചില ഐറ്റംസ് ക്യാപിറ്റൽ അസറ്റിൻ്റെ കാറ്റഗറിയിൽ വരില്ല. അതേതൊക്കെയാണെന്നാണ് നോക്കുന്നത്. സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾസ് ഓർ റോ മെറ്റീരിയൽസ്. നിങ്ങളിപ്പം ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആളാണ്, നിങ്ങളെടുത്ത് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ അല്ലെങ്കിൽ അത് സെല് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ സെല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ ഗെയിൻ്റെ കാറ്റഗറിയിൽ വരില്ല. റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ, ഗവൺമെൻറ് നോട്ടിഫൈഡ് ബോൺസ്, പേഴ്സണൽ ഐറ്റംസ് ലൈക്ക് ക്ലോത്ത്സ്, ഫർണിച്ചർ, കാർ, അപ്ലയൻസസ് എക്സെപ്റ്റ് ജ്വല്ലറി അല്ലാത്ത ബാക്കിയുള്ള പേഴ്സണൽ ഐറ്റംസ്, ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പേഴ്സണൽ ഐറ്റംസ് ഇതൊന്നും ഇതിൽ വരില്ല. ഇതിൻ്റെ ട്രാൻസ്ഫർ കൊണ്ടാണ് നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയിൽ വരില്ല? ക്യാപിറ്റൽ ഗെയിൻ എന്ന കാറ്റഗറിയിൽ വരില്ല. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണുള്ളത്. ഷോർട്ട് ടേമും അതേപോലെ തന്നെ ലോങ് ടേമും. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് STCA ആൻഡ് ദെൻ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഈ 2 ഐറ്റംസ് അല്ലെങ്കിൽ 2 ടൈപ്സ് ആണ് നമ്മളെ ക്യാപിറ്റൽ അസറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ,
ഹെൽഡ് ഫോർ ലെസ് ദാൻ ഓർ ഈക്വൽസ് 36 months. 36 months എന്ന് പറയുമ്പം 3 ഇയറോ അല്ലെങ്കിൽ അതിൻ്റെ കുറവോ ആണ് നമ്മൾ ഹെൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരം അസറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിൽഡിംഗ് വാങ്ങിച്ചു. അതൊരു 2010 ബിൽഡിംഗ് വാങ്ങിക്കുന്നത്. 2012 കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, അത് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 36 months കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ, 3 വർഷം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ നിങ്ങൾ അത് സെല്ല് ചെയ്തു. അതിൽ നിന്ന് എറൈസ് ചെയ്തിട്ടുള്ള ഗെയിനാണ്, പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. ഫോർ സം ഫിനാൻഷ്യൽ അസറ്റ് ലിമിറ്റ് ഇസ് 12 months. കുറച്ച് ഫിനാൻഷ്യൽ അസറ്റിന് നമ്മൾ ഈ പറഞ്ഞ 36 monthsന് പകരം എത്രയാണ് ലിമിറ്റ് വരുന്നത്, 12 months ആണ് ലിമിറ്റ് വരുന്നത്. ഇനി ഏതൊക്കെയാണ് ആ ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് നോക്കാം. ഷെയർസ് ഇൻ ഇന്ത്യൻ കമ്പനി, ലിസ്റ്റഡ് ആയിട്ടുള്ള, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസ്, ലിസ്റ്റഡ് അതർ സെക്യൂരിറ്റീസ്, യൂണിറ്റ് ഓഫ് UTI ഓർ മ്യൂച്വൽ ഫണ്ട്സ്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഓർ മ്യൂച്വൽ ഫണ്ട്സ് എന്നൊക്കെ പറയും, അതിലുള്ള ഏതെങ്കിലും യൂണിറ്റ് ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ സീറോ കൂപ്പൺ ബോൺഡ്സ്. ഈ പറയുന്ന ഫിനാൻഷ്യൽ അസറ്റുകൾക്കൊക്കെ ഈ ലിമിറ്റ് വരുന്നത് 12 months ആണ്. സോ ഇതാണ് എന്ത്, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ലെറ്റ് us see what are ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. നേരത്തത് ലെസ് ദാൻ ഓർ ഈക്വൽസ് 36 months ആയിരുന്നു. സോ 36 monthsൻ്റെ, അതായത് 3 monthsൻ്റെ മുകളിൽ വരുന്ന, അല്ലെങ്കിൽ 3 monthsലും അല്ലെങ്കിൽ 3 yearsലും കൂടുതൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന അസറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 3 years കഴിഞ്ഞിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ടാക്സബിൾ അറ്റ് 20%, അത് ഫിക്സഡ് ആയിട്ടുള്ളൊരു റേറ്റാണ് 20% എന്ന് പറയുന്നത്, വിത്ത് ഇൻഡെക്സേഷൻ. ഇൻഡെക്സേഷൻ എന്നൊരു ടേം അല്ലെങ്കിൽ ഇൻഡെക്സേഷൻ്റെ കാൽക്കുലേഷൻ ക്യാപിറ്റൽ ഗെയിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ലേറ്റർ ഓൺ പറയും എന്താണ് ഇൻഡെക്സേഷൻ എന്നുള്ളത് നമ്മൾ പറയും. ഇനി ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ്, എന്തൊക്കെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് ലെസ് ദാൻ 36 monthsൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് എറൈസ് ചെയ്യുന്ന ഗെയിനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. മോർ ദാൻ 36 months ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നു. ഇനി ഇതിൻ്റെ ടാക്സ് റേറ്റ് വരുന്നത് നോർമൽ റേറ്റ് ആണ്. എവിടെ വരുന്നത്, STCGയിൽ, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. ഇതിൻ്റെ ഹോൾഡിംഗ്, ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സമ്മറി നിങ്ങൾക്ക് കിട്ടും. ലെസ് ദാൻ ഓർ ഈക്വൽസ് എന്താണ് 36 monthsഉം, അതേപോലെ ചില ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസിന് ഇത് 12 monthsഉം ആണ്. ഇൻഡെക്സേഷൻ എന്തല്ല, നോട്ട് അലൗഡ്. ഇത് കുറഞ്ഞ ടൈം പീരീഡിലേക്ക്, ഒരു 36 months എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ ടൈം പീരീഡ് ആയതുകൊണ്ട് അവിടെ ഇൻഡെക്സേഷൻ നിങ്ങൾക്ക് പോസിബിൾ അല്ല. ആഡഡ് ടു ഇൻകത്തിലേക്ക് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്, ഇതൊരു ഫിക്സഡ് റേറ്റ് ആണ്. 20% ആണ് ഇതിൻ്റെ ടാക്സ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് മോർ ദാൻ 36 months ആണ്. ഇൻഡെക്സേഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇൻഡെക്സേഷൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ അതർ ഇൻകത്തിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല. ഇതിന് സെപ്പറേറ്റ് 20%ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇത്രയും നേരം നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കാറ്റഗറീസ് പറഞ്ഞു. ക്യാപിറ്റൽ അസറ്റിൽ വരുന്ന ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഇവിടെ നമ്മൾ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്താണ് ഗെയിൻ എറൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ അസറ്റിൻ്റെ സെയിലോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ. എസ്റ്റിങ്വിഷ്മെൻറ്റ് ഓഫ് റൈറ്റ്സ്, നമ്മൾ എന്തെങ്കിലും ഒരു റൈറ്റ്സിനെ നമ്മൾ എസ്റ്റിങ്വിഷ് ചെയ്യുക അല്ലെങ്കിൽ ഗിവ് അപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമുക്കൊരു ഗവൺമെൻറ് എന്നൊക്കെ എന്തെങ്കിലും അത്തരത്തിലുള്ള എമൗണ്ട്സ് റിസീവ് ചെയ്യുന്നൊക്കെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എസ്റ്റിങ്വിഷ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. കമ്പൽസറി അക്വിസിഷൻ, ഗവൺമെൻറ്റിലേക്കോ അതല്ലാതെ വേറെ ഏതെങ്കിലും ഫേമിലേക്കൊക്കെയുള്ള കമ്പൽസറി അക്വിസിഷൻ്റെ സമയത്ത് ചിലപ്പോൾ നമുക്കൊരു സർട്ടൻ എമൗണ്ട് ലഭിച്ചു എന്ന് വരാം. കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ്.
മെച്യൂരിറ്റി ഓഫ് സീറോ കൂപ്പൺ ബോൺഡ്സ്, കൺവേർഷൻ ഓഫ് ബിസിനസ് ഇൻ ടു കമ്പനി. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ ട്രാൻസ്ഫറിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഈ ഒരു 6 ട്രാൻസ്ഫറുകൾ കൊണ്ട് എനി ടൈപ്പ് ഓഫ് ഗെയിൻ റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഗെയിൻ്റെ അണ്ടറിൽ നമ്മളിത് കാണിക്കണം. ഇനി എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നൊരു ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, നിങ്ങൾക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ടോട്ടൽ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്ര എമൗണ്ട് ആണ് റിസീവ് ചെയ്തിട്ടുള്ളത്, ലെസ് ട്രാൻസ്ഫർ എക്സ്പെൻസ്. നിങ്ങൾ സെല്ല് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പം ബ്രോക്കറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ബ്രോക്കേഴ്സിനൊക്കെ എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫറുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളെയും, ട്രാൻസ്ഫർ എക്സ്പെൻസുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്തെങ്കിലും ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, ബ്രോക്കറേജ്, ഇത്തരത്തിൽ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന എക്സ്പെൻസസ് ഇത് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് നെറ്റ് കൺസിഡറേഷൻ, ടോട്ടൽ കൺസിഡറേഷൻ നമുക്ക് കിട്ടും. അതിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള കൺസിഡറേഷനിൽ നിന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ആ ഒരു ക്യാപിറ്റൽ അസറ്റിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ആണോ സ്പെൻഡ് ചെയ്തത് അത് ലെസ് ചെയ്യുക. അതേപോലെ ഇപ്പോൾ ഒരു വീടാണ്, പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ, ബിൽഡിംഗ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് റെഡ്യൂസ് ചെയ്യുക. ടോട്ടൽ കൺസിഡറേഷന് കോസ്റ്റ് ഓഫ് അക്വിസിഷനും റെഡ്യൂസ് ചെയ്ത് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും റെഡ്യൂസ് ചെയ്ത് അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇനി നമുക്ക് ഇൻകം ടാക്സിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ട്. അണ്ടർ സെക്ഷൻ 54B, 54D, 54G എന്നൊക്കെ പറഞ്ഞിട്ട് പോസിബിൾ ഡിഡക്ഷൻസ് ഏതൊക്കെയാണോ അതും ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? ടാക്സബിൾ STCG ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് നമുക്ക് കിട്ടും. ഇതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല. ഇനി എങ്ങനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, മോർ ദാൻ 36 മന്ത്സിൽ കൂടുതൽ ഹെൽഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻസിനെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് സ്റ്റേജുകളൊക്കെ കറക്റ്റ് സെയിം തന്നെയാണ് പോകുന്നത്. വാല്യൂ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, നമുക്ക് എത്ര എമൗണ്ട് ആണ് ട്രാൻസ്ഫറിൽ റിസീവ് ചെയ്തിട്ടുള്ളത്, ലെസ് ട്രാൻസ്ഫർ എക്സ്പെൻസസ്, നേരത്തെ പറഞ്ഞ ബ്രോക്കറേജ് ഒക്കെ പോലെയുള്ള എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടുന്നു. ഇനിയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്കുള്ളൊരു ഡിഫറൻസ് വരുന്നത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. എന്താണ് ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ? അതായത് നമ്മളിപ്പോൾ 2010 ഒരു 5 വർഷം മുന്നേ 6 വർഷം മുന്നേ ഒക്കെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത്, സേ ഫോർ എക്സാമ്പിൾ നമ്മളത് 10 ലക്ഷത്തിനാണ് വാങ്ങുന്നതെന്ന് വിചാരിക്കാം. 2010 ഇത് 10 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. 2015 നമ്മളിത് 15 ലക്ഷം രൂപയ്ക്കാണ് നമ്മളിത് സെല് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു നമ്മൾ നോർമലി നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്യാപിറ്റൽ ഗെയിന് നമുക്ക് കാണാം. എത്ര? 5 ലാഖിൻ്റെ ഒരു ക്യാപിറ്റൽ ഗെയിന് നമുക്ക് കാണാം. പക്ഷേ ഇൻ റിയാലിറ്റി ഇതിനെ ഒരു 5 ലാഖിനെ ഒരു കംപ്ലീറ്റ് ഗെയിനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം 2010 10 ലക്ഷം രൂപയുടെ വാല്യൂ ആയിരിക്കണം എന്നില്ല 2015 15 ലക്ഷം രൂപയ്ക്ക് വരുന്നത്. അതാണ് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ടൈം പീരീഡ് മാറുന്നതിനനുസരിച്ച്, ഇയേഴ്സ് മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? വാല്യൂസ്, ഇൻഫ്ലേഷൻ കാരണത്താലൊക്കെ മണിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നുണ്ടാവും. സോ 2010 നമുക്ക് 10 ലാഖിന് ഉണ്ടായിരിക്കുന്ന വാല്യൂ അല്ല 2015 15 ലാഖിന് നമുക്ക് ഉണ്ടാകുന്നത്. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. 2010 10 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്തിരുന്ന സാധനങ്ങളെ 2015 ആ സെയിം സാധനങ്ങളെ 2015 15 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ്? കറൻസി വാല്യൂ അല്ലെങ്കിൽ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 5 ലക്ഷത്തിന് മൊത്തമായിട്ട് നമുക്കൊരു പ്രോഫിറ്റായിട്ടോ അല്ലെങ്കിൽ ടോട്ടൽ ഗെയിനായിട്ടോ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൈം വാല്യൂ ഓഫ് മണിയെയും അതേപോലെ ഇൻഫ്ലേഷൻ റേറ്റിനെയൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിന് കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്വിസിഷൻ കോസ്റ്റ് 2010 അക്വിസിഷൻ കോസ്റ്റിൻ്റെ ഇൻഡെക്സ്ഡ് വാല്യൂ കാണുന്നു. അതായത്
2010 10 ലക്ഷത്തിന് 2015 എത്ര രൂപ വാല്യൂ വരും എന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ള ഗെയിൻ്റെ ആക്ച്വൽ വാല്യൂ എത്ര എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനെയും അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിനെയും നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റും എല്ലാം കൂടെ കൂടിയിട്ട് 2015 എത്രയാണ്, എത്ര വാല്യൂ ഇതിന് വരും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അക്വിസിഷൻ കോസ്റ്റിലും അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നേരത്തെ ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നേരത്തെ ഇപ്പോൾ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും ആയിരുന്നു എടുത്തിരുന്നത്, ഇൻഡെക്സ് ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല. ഇത് ലോങ് ടേം നമ്മൾ 3 വർഷത്തിൽ കൂടുതലൊക്കെ കഴിയുമ്പോൾ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? കറൻസി വാല്യൂവിലെ ഡിഫറൻസ്, മണി വാല്യൂവിലെ ഡിഫറൻസസ് വരൂലേ. അതുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് കിട്ടും. ഇനി ഇതിന്ന് പെർമിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് നമ്മൾ കുറയ്ക്കുന്നു. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 54B 54D ഇത്തരത്തിലുള്ള ഡിഡക്ഷൻസ് ഒക്കെ ഏതെങ്കിലും അവൈൽ ചെയ്യാനുണ്ടെങ്കിൽ അത് കുറച്ച് കഴിയുന്ന സമയത്ത് ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ 20% അത് ഫിക്സഡ് ആണ്. നമ്മൾ മറ്റ് ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുകയല്ല ചെയ്യുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേമിൻ്റെയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെയും കാൽക്കുലേഷൻ്റെ ഫോർമാറ്റ് പഠിച്ചു. ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കും. ഇനി എന്തൊക്കെയാണ് ഡിഡക്ഷൻസ് എന്നുള്ളതാണ്. റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ലഭിച്ചിട്ടുള്ള ഗെയിന്, അതിന് നിങ്ങൾക്ക് ഒരു പുതിയ വീടുണ്ടാക്കാൻ വിത്തിൻ 1 or 2 ഇയേഴ്സിൽ ഒരു പുതിയ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതേപോലെ ക്യാപിറ്റൽ ഗെയിൻ ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്, പുതിയ അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 2 ഇയേഴ്സിനുള്ളിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ഇൻഡസ്ട്രിയൽ ലാൻഡ് ഓർ ബിൽഡിംഗ് റീഇൻവെസ്റ്റ് ഫോർ സെയിം ഇൻഡസ്ട്രിയൽ യൂസ്. സോ ഈ ഇത്തരത്തിൽ ഈ ഒരു സെക്ഷൻസ്, മേജർ സെക്ഷൻസ് 54, 54B, 54D, 54EC, 54F ഇതൊന്ന് പഠിച്ചു വെക്കുക എന്തൊക്കെയാണെന്നുള്ളത്. എങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് എന്തിൽ വരുന്നത്? ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ പറയുന്നത്. നമ്മളെല്ലാ ഓരോ ഹെഡും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് ടാക്സബിൾ ഇൻകം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ പുറത്താണ് നമ്മൾ ഇൻകം ടാക്സ് ചുമത്തുന്നത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്തു? 3 ഹെഡ്സ് നമ്മൾ പഠിച്ചു. സാലറി അതേപോലെ തന്നെ ഹൗസ് പ്രോപ്പർട്ടി. ഇന്ന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേമും ഉണ്ടാവും ലോങ് ടേമും ഉണ്ടാവും. ഇത് പഠിച്ചു വെക്കുക. ഇതിലാകെ ശ്രദ്ധിക്കേണ്ടത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ഫിക്സഡ് റേറ്റ് ആണ് 20%. ഇത് മറ്റ് ഇൻകത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യില്ല, ആഡ് ചെയ്തിട്ടല്ല നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് സെപ്പറേറ്റ് 20% ആണ് വരുന്നത്. ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. ഈ സിമ്പിളായിട്ടൊരു 4 പേജിൽ വരുന്ന ഈ ഒരു നോട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. താങ്ക് യു.